ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ഡോക്ടർ മോഹനൻ പിള്ള, സൈന്യം വന്നതിന് ശേഷം വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ അർജുൻ്റെ വീട്ടുകാർ തന്നെ സൂചിപ്പിക്കുക, അവരുടെ ബന്ധുക്കൾ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ എങ്ങനെയായാലും അർജുനെ കിട്ടുക, അതിനുവേണ്ടിയാണ് അവരവിടെ തുടരുന്നത്. ഒരു പക്ഷേ ഈ മാധ്യമങ്ങൾ ഒന്നാകെ അവിടെ കണ്ണു തുറന്നു വെച്ച് കാത്തിരിക്കുന്നതെല്ലാം ഇന്നിപ്പോൾ ഓരോ ദിവസം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകൾ കഴിയും തോറും എത്രത്തോളം പ്രതികൂലമായ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്യാധുനിക സംവിധാനങ്ങളാണ് അവിടെ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഐബോട്ട് ആ പരിശോധനയാണ്. എങ്ങനെയാണ് ഈ പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ? എന്താണ് ഈ ഡ്രോൺ പരിശോധനയിൽ നിന്ന് വ്യക്തമായി വരിക? ഇതിനകത്ത് നിന്ന് ബേസിക്കലി ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹ്യൂമൻ ബീയിങ് മനുഷ്യൻ ആ ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയുവാനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഒബ്ജക്റ്റ് മാത്രമായിട്ടും രണ്ടാമത് ഇതിൻ്റെ പൊസിഷൻ അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അത് ഇന്നലെ തന്നെ നേവിയുടെ ടീം മെസ്സേജ് സോണാർ ഇമേജിലൂടെ കണ്ടുപിടിച്ചതാണ്. മെഷീൻ്റെ പാർട്ട് ബേസിക്കലി ടയേഴ്സ് ടോപ്പായിട്ടാണെന്ന്. അപ്പോൾ ടയേഴ്സ് ടോപ്പായിട്ട് ആയതുകൊണ്ട് അത് മറിഞ്ഞാണ് കിടക്കുന്നതെന്ന് ഇന്നലെ തന്നെ അത് കൺഫേം ചെയ്തു. ഒരിക്കലും നേവി പോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓർഗനൈസേഷൻ, ഇവൻ ദെയർ കളക്ടർ ആൻഡ് റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് ഓൾറെഡി ഡിക്ലെയർഡ് എസ്റ്റർഡേ ഇറ്റ്സെൽഫ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു അത് ട്രക്കാണെന്നും ട്രക്ക് തലകീഴായിട്ട് കിടക്കുന്നത് എന്നും കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് അവരെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് കാര്യം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അർജുൻ ക്യാബിനിലുണ്ടോ, ദേ ആർ ട്രൈങ് ടു ലൊക്കേറ്റ് ദ ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് തലകീഴായിട്ടാണ് ഈ ക്യാബിൻ കിടക്കുന്നത് എങ്കിൽ അത് ചെളിയിൽ ഉള്ള ഒരു കണ്ടീഷൻ ആയിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ടു ബാഡ് സർവൈവൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് റെയറസ്റ്റ് ഓഫ് ദി റെയർ ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇന്നലെ മുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം അവർ പറയുന്നുണ്ടെങ്കിലും ബെൻസിന് മോഡേൺ ഫെസിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ സൈഡ് ഗ്ലാസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നിന്ന് റോഡിൽ നിന്ന് തള്ളി മാറ്റിയ ട്രക്ക് പല വട്ടം 2 or 3 പ്രാവശ്യം മറിഞ്ഞായിരിക്കുമല്ലോ ഈ പൊസിഷനിലെത്തി താഴെ എത്തി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിൻഷീൽഡ് ഒക്കെ ഡാമേജ് ആകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് മൊത്തം ചെളിയും മണ്ണും കയറി ആ ഒരു കണ്ടീഷനിലായിരിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവർക്കെല്ലാവർക്കും ഈ ഒരു ഐഡൻറ്റിഫിക്കേഷനിലോട്ട് അല്ലെങ്കിൽ അതിനകത്തോട്ട് പോയി ജനറലി നോർമൽ സ്കൂബ ഡൈവിങ് ഓപ്പറേഷൻസിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ പറ്റാത്തത്. കാര്യം നോർമലാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നേവിക്ക് ഈ ഇത് തന്നെയല്ല പ്രശ്നം, ഒഴുക്കൊരു പ്രശ്നമാണ്, ഫ്ലോ. ബട്ട് അത് കൂടാതെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് എങ്ങനെ അകത്തോട്ട്, കാര്യം ഇത് ടോട്ടൽ വാട്ടർ കവേർഡ് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നേവിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഒരു സംശയവുമില്ല. ഇത് മഡാണ് മൊത്തം, അവരതാണല്ലോ പറയുന്നത്, ചെളിക്കുണ്ടിൽ പൂണ്ട് കിടക്കുന്നത് ആയതുകൊണ്ടാണ് എന്നാണ് അവർ ആദ്യം മുതൽ തന്നെ പറയുന്നത്. അങ്ങനെ ആയതുകൊണ്ടാണ് ഇത് വരുന്നത്. അല്ലാതെ ഈ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒബ്ജക്റ്റ് ഈ എക്യുപ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവിങ് ഒബ്ജക്റ്റ് ആയിരിക്കണം. മൂവിങ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ മൂവ്മെൻറ്റ് ഒരിക്കലും അത് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഇല്ല. അപ്പോൾ അത് മൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും ഇത് എഫക്റ്റീവാണ്. നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഒബ്ജക്റ്റ് വീണ്ടും ഫർദർ ഓവർ എൻഷുർ ചെയ്യാൻ പറ്റും, പൊസിഷനും കാര്യങ്ങളും. പക്ഷേ അത് ഹ്യൂമൻ ബീയിങ് ഏത് അവസ്ഥയിലാണ് എങ്ങനെയാണെന്ന് അറിയാതെ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചാൻസസ് വളരെ കുറവാണ് ഇതിൽ ഡിറ്റക്റ്റ് ചെയ്യും എന്നുള്ളത്. കാരണം ആ കണ്ടീഷൻസ് അതാണ്. ഇത് നോർമൽ ഒരു സ്കൂബ മെത്തേഡാണ്, നോർമൽ ആക്സിഡൻ്റ് ആണ്, വാട്ടർ ക്ലീൻ ആണ്. ഈവൻ അത്രയും കലക്കൽ വെള്ളമായാലും ഇതിന് കുഴപ്പമില്ലാത്തതാണ്. ബട്ട് മഡും ഇതും കൂടി ആവുന്നത് കൊണ്ടാണ് ടാർഗറ്റ് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇപ്പോൾ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഹൗ വി ഹാവ് ടു ലിഫ്റ്റ് ഇറ്റ് അപ്പ്. അത് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവും ഇപ്പോൾ ഇല്ല. അത് എന്തുകൊണ്ടാണ് ഇതിനുള്ള ഡിലേ എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ട്രക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വാട്ട് എവർ ഈസ് ഇൻസൈഡ് വി വിൽ ഗെറ്റ് ഇറ്റ്. അല്ലാതെ വേറെ ഒന്നും നമുക്കിപ്പം ഈ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐഡൻറ്റിഫൈ ചെയ്ത് ഓൾറെഡി യെസ്റ്റർഡേ ഇറ്റ്സെൽഫ് ദ നേവി ഡിക്ലെയർഡ് ഇറ്റ്. പക്ഷേ ഇതിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് തലകീഴായാണ് ലോറി കിടക്കുന്നത്, ഈ ട്രക്ക് കിടക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. ഒരു പക്ഷേ അതിൻ്റെ സ്ഥാനവും നീളവും അതെല്ലാം കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള അടുത്ത നടപടി എന്തായിരിക്കും ഡോക്ടർ മോഹനൻ പിള്ള? ഇത് നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ സാന്നിധ്യം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ ലോറി അത് ഒരു പക്ഷെ മറിക്കേണ്ടി വരും. പക്ഷെ അതൊന്നും ഈ പുഴയിൽ സാധ്യമല്ല, അങ്ങോട്ട് ഇറങ്ങാൻ പോലും സാധ്യമല്ലാത്ത സാഹചര്യമായിരുന്നു അല്പം മുമ്പ് വരെ. ഇപ്പോൾ മാത്രമാണ് അല്പം അനുകൂലമായി നിൽക്കുന്നതും. അങ്ങനെയെങ്കിൽ ഈ ലോറിയുടെ സ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞും നമുക്ക് എന്താണ് ഇനി മുന്നോട്ട് പോകാൻ കഴിയുക?
സി മാഡം തിങ് ഈസ് ലൈക്ക് ദാറ്റ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. അത് അക്സെപ്റ്റ് ചെയ്യണം. വി ഹാവ് ടു അക്സെപ്റ്റ് കാൽക്കുലേറ്റഡ് റിസ്ക്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. അത് ചെയ്തതുകൊണ്ട് അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ വേണം ഇതിനകത്തുള്ള അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സംഹൗ വി ഹാവ് ടു ലിഫ്റ്റ് ദ ട്രക്ക് ലിഫ്റ്റ് ചെയ്യുക. അത് ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമാണ്, സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ്. അപ്പം അതിനുവേണ്ടി ഇപ്പോൾ എല്ലാവരും പറയുന്നത് സൈഡിലോട്ട് വലിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് സൈഡിലോട്ട് വലിക്കേണ്ട, ഏത് ഫ്ലോ അനുസരിച്ചിട്ട് നല്ല കറണ്ടാണെന്നാണല്ലോ പറയുന്നത്, നല്ല ഒഴുക്കാണല്ലോ. അപ്പോൾ ആ ഒഴുക്കിൽ തന്നെ കുറച്ച് ട്രക്ക് ഇവർ എങ്ങനെയെങ്കിലും ഈ ട്രക്കിൽ ഒരു ഹുക്കിടാൻ നോക്കുക. ഏതെങ്കിലും പാട്ട്, ഇത് ട്രക്കാണല്ലോ, ലോറിയാണ്, ഏതെങ്കിലും പാട്ട് വെള്ളത്തിലാകുന്നത് കൊണ്ട് അങ്ങനെ ഒരു വലിയൊരു ഇത് വരില്ല. ഏതെങ്കിലും സസ്പെക്റ്റഡ് ആയിട്ടുള്ള അവർ ആ ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പാർട്ടിലാണെങ്കിലും അവിടെ ഹുക്കിട്ടിട്ട് കുറച്ച് മുന്നോട്ട് നീക്കാൻ നോക്കും. മുന്നോട്ട് നീക്കാൻ ഈസി ആയിരിക്കും, കാര്യം കറണ്ടാണ്, വെള്ളം ഒഴുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴുകുന്ന സമയത്ത് കുറച്ച് ഈസി ആയിട്ട് തന്നെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ഒരു 10 മീറ്റർ 15 മീറ്റർ മുന്നോട്ട് മാറ്റി കുറച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം ലിഫ്റ്റ് ചെയ്ത് നമുക്ക് ഫിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. അതായിരിക്കും അഭികാമ്യം, അല്ലെ അതാണ് നടക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കരയിൽ നിന്ന് ആ ഒരു JCB ടൈപ്പ് ഇത് ലിഫ്റ്റ് ചെയ്ത് അത് മാത്രമേ ആ ക്രെയിൻ ഉപയോഗിച്ച് മാത്രമേ ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പം നമ്മൾ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് നീങ്ങണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതിനുള്ള കൺസെപ്റ്റ് നോക്കുക. ഇപ്പോൾ ലോറി എന്ത് തന്നെ പൊസിഷനാണെങ്കിലും ആ സിറ്റീസ് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്.